5 നൂറ്റാണ്ടുകൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതനവും പ്രശസ്തവുമായ തറവാട്. നാടുവാഴികളും മാടമ്പിമാരും തമ്പ്രാക്കന്മാരും ആണൊത്ത സ്ത്രീ ജന്മങ്ങളും അരങ്ങുവാണ് അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞു വിളങ്ങിയ തറവാട്. ആനയും അമ്പാരിയും കൊടിയേറ്റും എഴുന്നള്ളത്തും നിത്യം നിറഞ്ഞു നിന്നിരുന്ന മണ്ണും മനയും മതമിളകിയ ഇടഞ്ഞ കൊമ്പനി ചൂണ്ടുവിരൽ ചൂണ്ടിയടക്കിയ വീരൻ പിറന്ന വീട്. വീറും വീർപ്പും കൊണ്ട് വീരചരിതം കുറിച്ച മഹാരഥികൾ ആർപ്പും വിളിയും ആഘോഷങ്ങളുമൊക്കെയായി കാലം കഴിച്ച മണ്ണ്. കുലദൈവവും കുലമഹിമയും തിലകം ചാർത്തിയ തറവാട്. എന്നാൽ കാലങ്ങൾക്കിപ്പുറം തൻ്റെ ഉണ്ണിയുടെ മാറാധീനം മാറ്റാൻ ആഭിചാര പ്രവൃത്തികളിൽ അഭയം തേടിയ ഒരു കാരണവർക്ക് പറ്റിയ കൈപ്പിഴ. അതിന് കാക്കീശി തറവാട് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ദൈവ ചൈതന്യത്തിന് പകരം ദുരാത്മാക്കളും ദുരവസ്ഥയും നിത്യം അരങ്ങേറി. പേരും പ്രശസ്തിയും പ്രതാപവും നശിച്ചു. കാക്കീശി തറവാട് പ്രേതഭൂതാദികളുടെ കൂത്തരങ്ങായി മാറി. വിധിയാണ് നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചേ. ഞാൻ കുടുമൺ പോറ്റി, കാലനും കലിയും ഞാൻ തന്നെ, മൂത്തോനും ഉടയോനും ഞാൻ തന്നെ. കാലം പോലെ കലങ്ങി മറിഞ്ഞ ഒരു പുഴ വേറെയില്ല. അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും. രസികനായ കാലത്തിന്റെ പ്രളയപ്പാച്ചിലിൽ എല്ലാം മുങ്ങിത്താഴും, ഒഴുകി ഒടുങ്ങും. എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാ. ഇനി ആർക്കും ഒന്നും മാറ്റാൻ കഴിയില്ല. ഞാനും എൻ്റെ ലോകവും അതിലെ അംഗങ്ങളും ശേഷിക്കും. കാരണം ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. വരുന്നുണ്ടല്ലോ, ശത്രുക്കളോ മിത്രങ്ങളോ. ശത്രുഭാവം അശേഷമില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിൽ അതിഥികൾ എത്തുന്നു. നല്ലത് തന്നെ. ബ്രോ, തനിക്ക് വല്ലപ്പോഴും എന്നെ ഒന്ന് വിളിച്ചോളൂ. എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ല. ഒരു 10-60 കൊല്ലത്തിലോ, എന്തിന് 100-150 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തൂടെ? താല്പര്യമില്ല. എന്തുകൊണ്ട്? കാരണം നീയാളൊരു ബോറിനായതുകൊണ്ട്. ഫുൾ ടൈം പട്ട കള്ളു പിടിച്ച പിന്നെ പറയും വേണ്ട. 6 ബോറ്. ഞാൻ ബോറിനാണ്, താനോടെ ബോറൻ. ഞാൻ ഫണ്ണാണ്. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി അത് ഞങ്ങളുടെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രൈറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു പിടിച്ചാൽ ഞങ്ങൾ പിന്നെ ഭയങ്കര ഫണ്ണാണല്ലോ. കോപ്പാണ്. കണ്ട പട്ടയം മാറ്റൊക്കെ വലിച്ചേരി കണ്ടവന്റെ ഒക്കെ വീട്ടിൽ കല്ലെറിഞ്ഞ് ലോകത്തുള്ള എല്ലാ തറ കൂതറ തൊട്ടിത്തരങ്ങളും കാണിച്ച് നടക്കുകയാണ്. വെറും ബോറല്ല, നല്ല സൂപ്പർ സോണിക് ബോർ. ഓ, നേരവും കാലവും ഇല്ലാതെ ഇയാളോട് എന്താണോ ചെയ്യുന്നത്? വെറുതെ കുത്തിയിരുന്നവരൊന്ന് ആലോചിച്ചു കൂട്ടും. വെറുതെ ആലോചിക്കുന്നത് കല്യാണം. വലിയൊരു ആലോചന വരും. ഐസക് ന്യൂട്ടൻ വന്നേക്കുന്നു. ന്യൂട്ടന്റെ കാര്യം നീ മിണ്ടരുത്. ആ മരത്തിന്റെ താഴെ വെറുതെ ഇരുന്ന അയാളുടെ തന്നെ ആപ്പിൾ വലിച്ചെറിഞ്ഞത് നീയാണ്. അത് ഞാനന്നപ്പോ ഫിറ്റ് ആയിരുന്നല്ലോ. എന്നാണ് അല്ലാത്തത്? സത്യമാണ് ബ്രോ. ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഞാൻ ആപ്പിൾ എടുത്ത് അയാൾക്കിട്ട് എറിഞ്ഞത്. അയാളത് ലോക സംഭവമാക്കി മാറ്റി. അത് മാത്രം, എഡിസന്റെ ബൾബ് എറിഞ്ഞ് പൊട്ടിച്ചു. റഷ്യയുടെ ലൂണീസ് കുട്ടിക്ക് മരിച്ച് താഴെയിട്ടു. ചൈനയുടെ വൻമതിൽ കയറി കാട്ടിക്കൂട്ടിയ പരാക്രമം പറയാതിരിക്കുന്ന അദ്ദേഹം. അതൊക്കെ വിടു ബ്രോ. ഒന്നില്ലെങ്കിലും നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ ബ്രോ? ഇതൊന്നും പോരാഞ്ഞിട്ട് പെണ്ണിന്റെ പിന്നാലെ. ആര്? നീല്. ഞാൻ പറഞ്ഞല്ലോ, അവൾ എന്റെ പെണ്ണ്. നമ്മളെ പറ്റി ഇറങ്ങിയ പുതിയ ബുക്കില് അവളാണ് ഫസ്റ്റ് ചാപ്റ്റർ. രണ്ടാമത്തെ ഞാൻ. ബ്രോയുണ്ട്. പറഞ്ഞു തീർന്നില്ല. ഇതാ വന്നല്ലോ വനവനം.
ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ ഡാർക്ക് സോങ്? എപ്പോ നോക്കിയാലും ഒരു നിഴലായി ഒലിച്ചു വരും. എന്റെ അമ്മോ, എന്തൊരു ഡാർക്ക്. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ തുടരണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ കൂടെ വേണം. ഉവ്വ, എന്നിട്ട് പുട്ടിന് പേരിടുന്നത് പോലെ ഇടക്കിടക്ക് കിക്കി എന്ന് ചിരിയും. നീ ഒരു ചൊറിയാൻ നിൽക്കണ്ട, ഞരമ്പിന് പിന്നെ ചോര കണ്ട ബ്രോ. എന്നാലും നമ്മുടെ ലോകത്തെങ്കിലും നീല് അവൻ്റെ ഒരു മോഹൽ ഒന്ന് മാറ്റി പിടി. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. താങ്ക്സ് ബ്രോ. അതൊക്കെ ഇരിക്കട്ടെ, എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അറിയില്ല, നീ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ എന്നോട് മൂത്തോൻ പറഞ്ഞിട്ടുള്ളൂ. സമയമാകുമ്പോൾ മൂത്തോൻ തന്നെ പറയും. അതുവരെ നീ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ഒരു കുളു മണാലി ട്രിപ്പ് അടിച്ചു. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ മരമരുളി എന്നിലൊരു സുഖം. നിർത്തുക പകരം. ഇത് കളിതമാശകൾക്കുള്ള സമയമല്ല, മറിച്ച് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അതീവ ജാഗ്രത. ആരും മറന്നു കാണില്ലല്ലോ നമ്മളിൽ പലരെയും നിഷ്ക്രിയമാക്കിയ, നിഷ്പ്രഭമാക്കിയ, തളച്ചും തകർത്തും ഇല്ലായ്മ ചെയ്ത ആ പഴയ കത്തനാരെ, കടമറ്റത്ത് കത്തനാരെ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിലും വിശ്വസിച്ചേ മതിയാവും. മിത്തെന്നൊക്കെ പറയാവുന്ന സത്യം, യാഥാർത്ഥ്യം, വാസ്തവം. ഞാൻ മാർ ആബോയുടെ ശിഷ്യൻ. ഇരുണ്ട മാന്ത്രികതയുടെ വല ഞാൻ നെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ മേടയിലെ വിളക്കുകൾ അണഞ്ഞുപോയെന്ന് വരാം. ദൈവീകത നിറപ്പകട്ടിന് മങ്ങലേറ്റെന്ന് വരാം. വിശ്വാസ പ്രമാണങ്ങൾ തിരുത്തപ്പെട്ടേക്കാം. എല്ലാം നല്ലതിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നന്മ നിറഞ്ഞ ഒരു നാളേക്ക് വേണ്ടി. ഭയക്കേണ്ട. നിന്നെ പണ്ട് തളച്ച കത്തനാരെ ഞാൻ മായയാൽ കാട്ടിത്തന്നു എന്നേ ഉള്ളൂ. അയാൾ ഇന്നില്ല. എന്നാൽ അകക്കണ്ണിൽ എനിക്ക് മറ്റു ചിലതൊക്കെ കാണാം. ആപത്ത് സൂചന തരുന്ന ചിന്തകളും കാഴ്ചകളും സ്വപ്നങ്ങളും എന്നെ കുറച്ചു നാളായി വേട്ടയാടുന്നു. ഭയക്കേണ്ട, എങ്കിലും ജാഗ്രത വേണം. മറ്റൊരാൾ വരുന്നു. അയാളെങ്ങനെയുണ്ട്? ഫാദർ ജാങ്കോ ജലന്ധർ. തികച്ചും വ്യത്യസ്തനായ ഒരു പാതിരി. മനക്കണ്ണിൽ ഞാൻ അയാളെ അറിഞ്ഞു. വിളിച്ചു, വരാൻ ആവശ്യപ്പെട്ടു. ഇതാ അയാളെത്തി. നമസ്കാരം. ജലന്ധറിൽ നിന്ന് സ്പെഷ്യൽ കുർബാനയും കഴിഞ്ഞ് പോരുന്ന വഴി ദേശം പോയി. അപ്പോഴേക്കും പ്ലെയിനിന്റെ പാട്ട് പോയി. പിന്നെ നാം തന്നെ ഒരു പ്ലെയിനും ചാർട്ട് നിങ്ങൾ പോരേണ്ടി വന്നു. പോയപ്പോ അത് പോയി, എനിക്ക് പോയില്ലേ. പ്രാർത്ഥന കൈകൊള്ളുന്നോ? മണവാട്ടിയാകാൻ താല്പര്യമുണ്ടോ? ഐ മീൻ ദൈവത്തിന്റെ മണവാട്ടിയാകാൻ താല്പര്യമുണ്ടോ? ഫാദർ, താങ്കളുടെ സ്വഭാവ ഗുണം കാണാനല്ല ഞാൻ താങ്കളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പഴയ ആ കത്തനാരെ ഒരു വ്യാഴവട്ടക്കാലം പോറ്റിയതും എല്ലാം പഠിപ്പിച്ചതും ഞാനാണ്. ഇരുലോകത്തെയും അറിവുകളും മായയും മന്ത്രവും മാന്ത്രികതയും എല്ലാം ഞാൻ അയാൾക്ക് പകർന്നു കൊടുത്തു. എന്തിനധികം പറയുന്നു, അവനെ ഞാൻ എന്റെ അടുത്ത അവകാശിയാക്കാൻ വരെ മോഹിച്ചു. പക്ഷേ ഒടുവിൽ വിരലും കാണിച്ചങ്ങേര് വിരല് മാത്രല്ലായിരുന്നല്ലോ, എല്ലാം കാണിച്ചിട്ടല്ലേ അയാൾ രാജ പറഞ്ഞു പോയെ. നിങ്ങൾക്ക് തന്നെ പണിയും ചെയ്യൂ ഇല്ലേ? അതെ, പക്ഷേ ഞാനും എന്റെ ലോകവും
ഇന്നുമുണ്ട്. അയാളോ വെറും ഒരു കഥ, ഐതിഹ്യ കഥ. അതെ, ഞങ്ങൾ ഈ വൈദികന്മാരെങ്ങനെയാ? ഞങ്ങൾക്കിട്ട് പണിതാൽ പണി 18 തിരികെ കിട്ടും. ആനുകൂലത്ത് വരെ പണിയും. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്നൊക്കെ പറഞ്ഞ ചിലർ കേസിട്ടൊന്നുമല്ല എന്റെ മൂത്തച്ച അല്ല മൂത്തോനെ. ഇവന്റെ ഒക്കെ എടുത്ത് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. തലയും കൊലയൊക്കെ എപ്പോ പോയിന്ന് ചോദിച്ചാൽ മതി. ഈശോ മെസ്സിയായിക്ക് ശുദ്ധിയായിരിക്കട്ടെ. ചുമ്മാ വെറുതെ ശീലായി പോയി. അതുകൊണ്ടാ. ആരും പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഇങ്ങോട്ട് നീങ്ങുന്നു, അടുത്തേക്ക് നീങ്ങുന്നോട്ടോ. പള്ളിമേടയിലെ പോലെ ഇവിടെ ചോദിക്കാനും പറയുന്നൊക്കെ ആളുകളുണ്ട്. നിങ്ങളിങ്ങ് പോയി. Father, you are under arrest. ഇതന കാലം ഉള്ള പണിതാ ഞാൻ ഒളിച്ചിരുത്ത എന്നെ ധരിച്ചിട്ടിയ ഫാദർ. ഒളിച്ചിട്ട് പോണ എന്ന് കൂട്ടിട്ട് പോന இந்த அதே ஸ்டெப்ல ஜோலியா வாழ்ந்துட்டு இருந்தா போயிருந்த காலம் இல்ல. முடியாது, செஞ்ச பாவம் விடாது. தப்பு பண்ணிட்டிய ஃபாதர், இங்க வந்து பெரிய தப்பு பண்ணிட்ட. കേരളത്തിൽ വെച്ചൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇവിടെ എനിക്ക് ഇവരെല്ലാവരും എന്റെ കൂട്ടുണ്ട്. ജയിലർക്ക് നിങ്ങളെ കാണാനും കേൾക്കാനും കഴിയില്ല. ക്ഷണിക്കപ്പെട്ടത് അതിഥിയാണ്. തൽക്കാലം നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ സാധിക്കൂ. யாரு இங்க? யாருமே இல்ல. இங்க நான் தான் கிங். நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் இந்த விஷயத்துக்கு அப்பவும் மாற்றிட்டே இருப்பா. அது கவனிச்சு கேட்டு ஃபாலோ பண்ணணும். அப்பதான் உலகில் ஒரு கீரல் கூட இல்லாம வெளியே போக முடியும். എന്റെ പൊന്ന് ജയിലർ സാറ്, അതൊന്നുമല്ല കാര്യം. ഇവിടെയൊക്കെ നിറയെ ആത്മാക്കളാണ്. നിങ്ങൾ ഇതൊരു കാണുന്നുണ്ടോ? ഇവിടെ പെയ്യ്, പിശാച്, ചാത്തൻ, ഒഴിയൻ, യക്ഷി, മറുത, മൂത്തോൻ, അങ്ങനെ കുറെ ടൈപ്പ് സാധനങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്. என்ன பேயானாலும் பிசாசானாலும் அவையெல்லாம் வெறும் தூள் மாதிரியே போடுற. அந்த அளவுக்கு துணிவு இருக்கிற வெப்பன் என்கிட்ட இருக்கு. அவனுக்கு மெசேஜ் போட்டுட்டு தான் நான் இங்க வந்தது. அமெரிக்காவில இருந்தே வர போறேன். வந்துட்டேன். യൂണിവേഴ്സൽ കംപ്ലീറ്റ് ആക്ടർ வந்துட்டேன். എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭോ ഇതാണോ സാബുവിനെ പേഷ്യന്റ്? ஆமா, இவன்தான், இவனேதான். ஆனா இப்போ வந்து என்னமோ பெரிய பிசாசு உള്ളിട്ടേ இருக்க. വണക്കം ചെയ്ത സാബ് വിളിച്ചു, ഞാൻ വന്നു. ഇവനെ എനിക്ക് വിട്ടേക്ക് സാർ. ഞാനിപ്പോൾ മഹേന്ദ്ര ജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോൾ അതിനാണ് ഇപ്പോൾ ഡിമാൻഡ്. ഇയാൾക്ക് അതൊന്നും വേണ്ട, വേറെ ലോക്കൽ ഹിപ്നോട്ടിക്സ് മാത്രം മതി. എല്ലാം ഫട്ട് എന്ന് പുറത്തു വരും. ഇല്ലെങ്കിൽ ഞാൻ ചാടിക്കും. സാബ് പോകെ, ഇത് ഞാൻ പാത്തുக்கிறேன். ഇങ്ങ വാങ്ങോ മോനെ പിതാവേ. അയ്യോ അതെ, ഹിപ്നോട്ടൈസും കാര്യങ്ങളൊന്നും വേണ്ടോ. വെറുതെ എന്തിനാ മുമ്പിലുള്ളതൊക്കെ പുറത്തേക്ക് വിളിച്ചു പറയണേ. എന്നാൽ അച്ഛൻ സ്ഥലം കാര്യമാക്കണം. ഇനി ഈ ഏരിയയിൽ എങ്ങനെ കണ്ടാൽ ഞാൻ തന്നെ കൂട്ടും. മണിച്ചിത്ര താഴിട്ട് കൂട്ടും. ശബരിമല ശാസ്താവാണ് കൂട്ടും. പോലെ ഫ്രണ്ട് എന്ത്? എന്നെ വെറുതെ മഴ നനയിക്കരുത്, മീശ പിരിപ്പിക്കരുത്. പിന്നെ ഈ കാലുണ്ടല്ലോ, അതിങ്ങനെ മടക്കി വെച്ച് സാമ്പാർ ഇടയാക്കരുത്. ഡോക്ടർ സണ്ണി ജോസഫ്, സണ്ണി എന്ന നീയും ഞാനുമായുള്ള ബന്ധം ഇവരൊന്നും ഒരിക്കലും അറിയാതിരിക്കട്ടെ. ഹോമവും ഹോമകുണ്ടവും വെഞ്ചരിപ്പും പ്രാർത്ഥനയും തവീസും തകിടുമൊക്കെ സൃഷ്ടിക്കുന്ന മായാമറയുടെ അപ്പുറം നീ എന്നും ഉണ്ടാകണം. എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. തീർച്ചയായും, എന്നും എപ്പോഴും. ഒന്നും അറിയില്ലെന്നറിയാം, എന്നാലും ഞാൻ അറിയിച്ചിരുന്നതല്ലേ 2 പേരെ കുറിച്ച്. ഇന്ന് പുറം ലോകം ഭരിക്കുന്നത് അവരും കൂട്ടാളികളുമാണ്. അതിപ്പോൾ ധർമ്മമായാലും അധർമ്മമായാലും. അതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിക്കണം. എല്ലാം അറിയുന്നുണ്ട്. അത് കാലത്തിന്റെ നിയതിയാണ്. അത്
അധികം താമസമില്ല, അവരെത്തും. നിങ്ങളെല്ലാം കരുതുന്ന പോലെ കാക്കേശിയിലെ യഥാർത്ഥ സാധനം ഇയാളല്ല. യഥാർത്ഥത്തിൽ ഇത് मेरे प्यारा देशवासियों, सुख चैन की जिंदगी जियो। हम रशिया के साथ और चीना के साथ दोस्ती करेंगे, सिर्फ पाकिस्तान के साथ क्रिकेट नहीं खेलेंगे और ममूटी को किसी भी आवाज नहीं दूंगा। बाकी सब अंबानी और अदानी को दे दूंगा। सब ठीक होगा, ठीक हो गया नहीं? मेरे साथियों, आप सबको उल्लू बनाने के लिए हमारे पास ईडी है, एनआईए है, सीबीआई है, वाशिंगटन मिशन है और सुप्रीम कोर्ट भी है और सुरेश गोपी जी का सीट भी है। आप सबकी आशीर्वाद से मैं और मेरा गवर्नमेंट आप सबको टोपी पकड़ा दूंगा। നിങ്ങൾ എല്ലാവർക്കും വേണ്ടി मेरे लिए तुम्हारा परफॉर्मेंस के लिए तुझे मैं दादा साहिब फाल्के दूंगा। 5 साल पहले एक फाल्के जेलर साहब को भी दिया था। आप छोड़े, बाकी सब ठीक करने के लिए मैं मेरा फ्रेंड को यहाँ लाया हूँ। आओ मेरा फ्रेंड। Hello, Kansas City Mellows. We will take care of all the good people who can be cared for. There are a whole lot of people who cannot be taken care of. They will be taken care of in a different way. I've shut down the government, but saved TikTok for you. I don't care what you think. Not you, but you will be deported. America is bad. The Dems kept on saying that we need new legislation, but all we need is a new president. And here I am. Just had a wonderful time with my friend Indian Prime Minister Narendra Modi. I missed you a lot. Mr. Modi is a troublemaker who is not a troublemaker like all other Indians in America. The newfound camaraderie between the U.S. and Pakistan is on. Do not worry, I'll take care of them. Now, tariff, if a H1 marries another H1, there will be a tariff. If H1 marries B1, B2, then there will be a tariff. From tomorrow, all Indian movies will be tariffed 250%, except for the ones which have Item Dance by Tamana in them. Man, I like her. Okay. Let's get nice and fine. Let's celebrate one last time with Indian music. No tariff, just for one last time and dance. Come on, let's dance. Yeah.